ആർത്തവത്തോടനുബന്ധിച്ചുള്ള വേദന നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ആർത്തവത്തോടനുബന്ധിച്ചുള്ള വേദനയെ ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത്. ഈ ഡിസ്മെനോറിയ രണ്ട് തരത്തിലുണ്ട്. പ്രൈമറി ഡിസ്മെനോറിയ എന്നും സെക്കൻഡറി ഡിസ്മെനോറിയ എന്നും. എന്താണ് പ്രൈമറി ഡിസ്മെനോറിയ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഉണ്ടാവുന്ന ആർത്തവ വേദനയ്ക്കാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇവയുടെ ലക്ഷണങ്ങൾ: ഏകദേശം ആർത്തവം ആരംഭിക്കുന്നതിന് 3-5 മണിക്കൂർ മുമ്പ് വേദന തുടങ്ങുക, ഒന്ന് നന്നായിട്ട് ബ്ലീഡിങ് തുടങ്ങിയതിന് ശേഷം വേദന കുറയുകയും ചെയ്യുക. ഇതിനോടനുബന്ധിച്ച് ചിലരിൽ ഛർദിൽ, ഓർക്കാനം, വയറിളക്കം, മലതടസ്സം, അതുപോലെ തന്നെ ഉള്ളൻകാലുകളിൽ തുടയ്ക്കും അമിതമായ വേദന, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ക്ഷീണം തുടങ്ങിയവയാണ് കണ്ടുവരുന്നത്. സാധാരണയായി ഈ പ്രൈമറി ഡിസ്മെനോറിയ ഒരു പ്രസവത്തോടനുബന്ധിച്ച് കുറയുകയും ചെയ്യാറുണ്ട്. അമിതമായ വേദനയുള്ളവരിൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് സെക്കൻഡറി ഡിസ്മെനോറിയ? ചില കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേദന. നമുക്ക് പേര് നിന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും, സെക്കൻഡറി ആയിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഈ വേദന വരുന്നത്. എന്തൊക്കെ കാരണങ്ങളായിരിക്കാം? ഫൈബ്രോയിഡ്, അതുപോലെ തന്നെ അണ്ഡാശയത്തിലെ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അതുപോലെ തന്നെ അഡിനോമയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് തുടങ്ങിയ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന വേദന ആണ് സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ആർത്തവം ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങളോ ആഴ്ചകൾക്കോ മുമ്പേ തന്നെ വേദനകൾ അനുഭവപ്പെടും. ഈ വേദനകൾ തുടർച്ചയായുള്ള വേദന ആവണമെന്നില്ല. ഓരോ വ്യക്തിയുടെയും അവസ്ഥ അനുസരിച്ച് വേദനകളിൽ വ്യത്യാസവും ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവാം. കുത്തിയുള്ള വേദനയാവാം, ചിലപ്പം തുടർച്ചയായിട്ടുള്ള അടിവയറ് വേദനയാവാം, ചിലപ്പോൾ നടുവേദനയാകാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണയായി സെക്കൻഡറി ഡിസ്മെനോറിയയിൽ കണ്ടുവരുന്നത്. ഇതിനുള്ള ചികിത്സ വ്യത്യസ്തമാണ്. ഏത് രോഗം കൊണ്ടാണോ ഈ വേദന ഉണ്ടാകുന്നത്, ഉദാഹരണമായി പറയുകയാണെങ്കിൽ എൻഡോമെട്രോസിസിൻ്റെയും അഡിനോമയോസിസ്, ഫൈബ്രോയിഡ്, PID ഇവയിലെയൊക്കെ ചികിത്സകൾ വ്യത്യസ്തമാണ്.